ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് നെക്സ്റ്റ് ടോപ്പിക്കാണ്. അതായത് ഈ ചാപ്റ്ററിലെ 8th ടോപ്പിക്കാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് എന്തെന്നാ ഹെഡിങ് എഴുതിക്കണ കാണാണ്ടല്ലോ നിങ്ങൾക്ക്. എന്തെന്നാ ഡെറിവേറ്റീവ് ഓഫ് വൺ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു അനദർ ഫംഗ്ഷൻ. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണണം. എങ്ങനെ? മറ്റൊരു ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് കൊടുത്തിട്ട്. അതായത് ഇത്രയും നാളും നിങ്ങൾ ഡെറിവേറ്റീവ് കാണാറുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാറുണ്ട്, ശരിയല്ലേ? അതിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? ഡി ബൈ ഡി എക്സ്, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ടോ വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് വെച്ചിട്ടോ ഒക്കെ എഴുതാറ്. എന്നാൽ ഇനി തൊട്ട് ചെയ്യണ കേസുകൾ എങ്ങനെയാണ്? ഇവിടെ എല്ലായ്പ്പോഴും നമ്മൾ ഇത്രയും നാളും ചെയ്തു വന്നിരുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് ചെയ്യാനാണ് പഠിച്ചിരുന്നത്. എന്നാൽ ഈ ക്വസ്റ്റ്യനുകളിൽ അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷൻ്റെ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് കാണണം വിത്ത് റെസ്പെക്ട് കൊടുക്കുമ്പോൾ. അതായത് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ പറയാണ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു, ഒരു എക്സാമ്പിൾ ആണോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കാണാൻ കൂടുതൽ എന്ത് കാണാൻ പറയും? കോസ് എക്സ്. അതല്ലെങ്കിൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു എന്തെന്ന് പറയാം? എക്സ് സ്ക്വയർ. ഏത് രണ്ട് ഫംഗ്ഷൻ വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ ചോദിക്കാം ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടാൻ എക്സ്, അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോണേ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനും അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളാണ് നമ്മൾ അപ്പോൾ ആദ്യം എഴുതുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണത് എന്താ? ആദ്യം തന്നെ അസ്യൂം ചെയ്യണു എഫ് ഓഫ് എക്സ് എന്ന് പറയണതും ജി ഓഫ് എക്സ് എന്ന് പറയണതും രണ്ട് എക്സിലുള്ള ഫംഗ്ഷനുകളാണെന്ന് എടുത്തു. അപ്പോൾ അതാണ് എഴുതി വെച്ചാണ് ആദ്യം തന്നെ എന്താ ഫസ്റ്റ് പോയിന്റ് ആയിട്ട്, ലെറ്റ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ബി ടു ഫംഗ്ഷൻസ് ഓഫ് എക്സ്. ഓക്കെ, അതിനുശേഷം നമ്മളോട് എന്താ ചോദിച്ചേക്കണത്? എഴുതിക്കണത് വായിച്ചോ. ഇൻ ഓർഡർ ടു ഫൈൻഡ് എന്ത് കാണാനാ? ഡെറിവേറ്റീവ് ഓഫ് ഏത് കാണണം? എഫ് ഓഫ് എക്സ് കാണണം. വിത്ത് റെസ്പെക്ട് ടു ആരാ? ജി ഓഫ് എക്സ് ആണ് കാണണ്ടേ. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താ? വി ഹാവ് ടു ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ജി ഓഫ് എക്സ്. അപ്പോൾ കാണേണ്ടത് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എടുക്കണത് ഏതാ? എക്സ് അല്ല, പകരം എന്താ? ജി ഓഫ് എക്സ് ആ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ വരുന്നത് അല്ലെങ്കിൽ ഹെഡിങ് വരുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണണം വിത്ത് റെസ്പെക്ട് ടു രണ്ടാമത്തെ ഫംഗ്ഷൻ ഏതാ? ജി ഓഫ് എക്സ്. ഇവിടെ പറഞ്ഞ പോലെ ഇതാണ് നിങ്ങളുടെ എഫ് ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. ഈ എഴുതിയിരിക്കുന്നതാണ് അപ്പോൾ എന്ത് വരിക? ജി ഓഫ് എക്സ്. കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു കോസ് എക്സ് എന്ന് പറയുമ്പോൾ ഇത് എഫ് ഓഫ് എക്സും ഇത് ജി ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം വിത്ത് റെസ്പെക്ട് ടു ജി ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരുന്ന രണ്ട് ഫംഗ്ഷൻ ഇല്ലേ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും, അവരെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇത്രയും എടുക്കുക. അതായത് എഫ് ഓഫ് എക്സിനെ യു എന്ന് എടുത്തു നിൽക്കുക. അപ്പോൾ തൊട്ടടുത്ത ആൾ എന്തെന്ന് എടുക്കുക? വി എന്ന് എടുക്കുക. തിരിച്ചെടുത്താലും തെറ്റൊന്നുമില്ല, ഞാൻ തൽക്കാലം ഈ ഓർഡറിലാണ് എടുത്തത്. ഓക്കെ, ഞാൻ എന്താ ചെയ്തത്? ആദ്യം തന്നെ തന്ന ആൾക്കാരെ എഫ് ഓഫ് എക്സിനെ യു എന്നും ജി ഓഫ് എക്സിനെ വി എന്നും എടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ എഴുതിയ സെൻറ്റൻസ് ഒന്ന് മാറ്റി ആലോചിച്ച് നോക്കുക. ഏത് സെൻറ്റൻസാ? ഈ ഒരു ഭാഗം ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എന്തെന്നാ? ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഴുതിയ ഭാഗമില്ലേ, അത് ഈ യുവിൻ്റെയും വിൻ്റെയും ടേംസിലോട്ടാക്കി ഒന്ന് വായിച്ചു നോക്കുക. എഴുതണമെന്നില്ല കേട്ടോ, ഈ കാര്യം എഴുതേണ്ട ഞാൻ എഴുതുന്നത്. നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്കിപ്പോൾ കാണേണ്ടത് എന്തായി മാറി? വി ഹാവ് ടു ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ എടുത്ത്? യു എന്നാക്കി മാറ്റി. വിത്ത് റെസ്പെക്ട് ടു എന്താ കാണണ്ടേ? വി അല്ലേ കാണണ്ടേ. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്തായി മാറി? വി ഹാവ് ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വി. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വി കാണാൻ പറഞ്ഞാൽ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ എഴുതാറ്? ഡി വൈ ബൈ ഡി എക്സ് എന്നല്ല എഴുതാറ്. ഇഫ് യു ഹാവ് ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാറ് എന്തെന്നാ? ഡി വൈ ബൈ ഡി എക്സ് എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വി എന്ന് പറയുമ്പോൾ അതിനെങ്ങനെ ഡിനോട്ട് ചെയ്യേണ്ടി വരിക? ഡി യു ബൈ ഡി വി എന്നല്ലേ കാണേണ്ടി വരിക. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് അപ്പോൾ എന്തായി? ഡി യു ബൈ ഡി വി എന്നുള്ളതായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഓർത്ത് വെക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ജി ഓഫ് എക്സ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അതിൽ എഫ് ഓഫ് എക്സിനെ യു എന്നും ജി ഓഫ് എക്സിനെ വി എന്നും എടുത്തു ആദ്യം തന്നെ. അപ്പോൾ കാണേണ്ട ആൾ എന്തായി മാറി? ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വി എന്നായി മാറി. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എഴുതുന്നത്. അതായത് എന്തെന്നാ നമ്മളോട് കാണാൻ പറഞ്ഞ ഡെറിവേറ്റീവിനെ കാണാനുള്ള ഫോർമുലിന് എന്താ? റിക്വയർഡ് ഡെറിവേറ്റീവ് എന്ന് പറയണത്. അപ്പോൾ എന്തായി മാറി കാണാം? ഇറ്റ് ഇസ് സെയിം ആസ് ഡി യു ബൈ ഡി വി എന്നായി മാറിയില്ലോ.
അപ്പോൾ റിക്വയർഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായി മാറി du/dv ആണ്. അപ്പോൾ ഇതെങ്ങനെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ചെയിൻ റൂൾ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം യു എന്ന് പറയുന്നത് എന്തിൻ്റെ ഫംഗ്ഷനാണ്? എക്സിലുള്ളൊരു ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യുവിനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാലോ. അപ്പോൾ അതെന്തായി മാറും? du/dx അല്ലേ വരിക. ഓക്കെ, ബൈ വി എന്ന് പറയണതും എന്തിൻ്റെ ഫംഗ്ഷനാണ്? എക്സിലുള്ള ഫംഗ്ഷൻ തന്നെയല്ലേ, കാരണം വി ഈക്വൽ ടു എന്താണെന്ന് എഴുതി വെച്ചാണ് g(x) ആണ്. അപ്പോൾ വിനെയും നിങ്ങൾ എന്ത് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക? എക്സ് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മളിപ്പോൾ എഴുതിയ ഫോമുല എന്താ? അപ്പോൾ നമുക്കുള്ള ഫോമുല എന്താ? du/dx ബൈ എന്തെന്നാ dv/dx ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? du/dv. തൽക്കാലം ഓർത്ത് വയ്ക്കുക, അങ്ങനെ ക്യാൻസലായി പോവില്ല. ഈ dxും dxും വെട്ടി പോണതാന്ന് ഓർത്താൽ മതി. ഒരു കാര്യം വേണമെങ്കിൽ പറയാം, ഈ എഴുതിയേക്കണ ആളെ ശരിക്കും എന്ത് റൂൾ തന്നെയാണ്? നിങ്ങളുടെ ചെയിൻ റൂൾ പഠിച്ചിട്ടില്ലേ? അതിൻ്റെ അപ്ലിക്കേഷൻ തന്നെയാണ്. അതിൽ ചെയിൻ റൂളിൽ നിങ്ങൾ എഴുതാറുണ്ട്, നോക്കിക്കോളൂ കേട്ടോ. ചെയിൻ റൂളിൽ ഞാൻ എഴുതണ രീതിക്കാക്കി കാണിച്ചു തരാം. ഇതിന് എഴുതണം എന്നില്ല. du/dx മുകളിലുള്ളത്, ഈ മുകളിലത്തെ ആൾ അതുപോലെ തന്നെ എഴുതി വെച്ചു. ഈ താഴത്തെ ആൾ മോളിക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാറ്? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ഇല്ലേ? അപ്പോൾ ഈ താഴത്തെ ആളുടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താ വരിക? dx/dv എന്നൊക്കെയല്ലേ വരിക. ഈ എഴുതിയേക്കണ രൂപം നിങ്ങൾക്ക് ഏതുപോലെ തന്നെയാണ് ഏകദേശം നിങ്ങളുടെ ചെയിൻ റൂള് പോലെ തന്നെയല്ലേ? നോക്കിക്കോളൂ. ചെയിൻ റൂളിൽ നിങ്ങൾ ഇത് തന്നെ എഴുതാറ്. ഞാൻ പറയാറുണ്ട് ഈ dxും വെട്ടി പോകണമെന്ന് ഓർത്ത് വെക്കാൻ പറയാറുണ്ട്. വെട്ടി പോവില്ല ശരിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്കി വരും എന്താണ്? du/dv തന്നെയല്ലേ? അതന്നെയല്ലേ കാണേണ്ടിയിരുന്നതും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണണം വിത്ത് റെസ്പെക്ട് ടു അനദർ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ആളെ യു എന്ന് എടുക്കുക, രണ്ടാമത്തെ ആളെ വി എന്ന് എടുക്കുക. അപ്പോൾ കാണേണ്ട ഡെറിവേറ്റീവ് എങ്ങനെയായി മാറും? du/dv എന്നുള്ള രൂപത്തിലോട്ടായി മാറും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് കാണാനുള്ള ഫോമുലയാണ് എഴുതിയിരിക്കണം. എന്തെന്നാ? du/dv കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? du/dx കാണാം, dv/dx കാണാം, രണ്ടിനെയും പിടിച്ച് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫോമുല എന്ന് പറയാവുന്നത്. ഈ എഴുതിയിരിക്കുന്ന കാര്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിലത്തെ ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻസ്. ഒരു 2 കൊല്ലം മുമ്പ് 1 മാർക്കിനൊക്കെ ആയിട്ടാണ് ചോദിച്ചിരുന്നത്. വലിയ മാർക്കിന് അത്ര അധികം ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. വല്ലപ്പോഴൊക്കെ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ലോഗരിതം ഉപയോഗിച്ചുള്ള ഡിഫറൻസിയേഷൻ്റെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ കൂടിയും ഇത് ഇടയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനുകളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്കിൽ, അതായത് ഈ ഡെറിവേറ്റീവ്സ് ഓഫ് വൺ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു അനദർ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ? ഡിഫറൻഷിയേറ്റ് എന്നും പറഞ്ഞിട്ട് 3 സപ്പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചാണത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് e⁻x വിത്ത് റെസ്പെക്ട് ടു എന്താ? √x അല്ല ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് കാണേണ്ടത് e⁻xൻ്റെ ഡെറിവേറ്റീവ് ആണ്. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല, പകരം വിത്ത് റെസ്പെക്ട് ടു എന്തെന്നാ? √x ആണ്. അപ്പം എന്താ ചെയ്യണമെന്ന് പറഞ്ഞത്? ഫസ്റ്റ് തന്നേക്കണ ഫംഗ്ഷനെ യു എന്ന് എടുക്കുക, ശരിയല്ലേ? അപ്പോൾ ഞാൻ എന്താ ചെയ്യണേ? ആൻസറിൽ e⁻xനെ യു എന്ന് എടുക്കുക. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ആരാ ചോദിച്ചാണ്? √x അല്ലേ? അപ്പോൾ അയാൾ എന്തെന്ന് അസ്യൂം ചെയ്യുക? വി എന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്ത സ്റ്റെപ്പ് ഫസ്റ്റ് തന്നെ e⁻x യു വിനെ √x എന്നും അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇനി എന്താ അടുത്ത് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്തായി മാറി? ഡിഫറൻഷിയേറ്റ് ഇത് യു ആണെന്നും ഇത് വി ആണെന്നും എടുത്തപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി മാറി? ഡിഫറൻഷിയേറ്റ് യു വിത്ത് റെസ്പെക്ട് ടു വി. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി ആലോചിക്കണം കേട്ടോ. ഇങ്ങനത്തെ ഈ ടൈപ്പിൽ നിങ്ങൾ ആദ്യം ഫസ്റ്റത്തെ ആളെ യുവും രണ്ടാമത്തെ ആളെയും വി എടുക്കുമല്ലോ, അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ വീണ്ടും ഒന്ന് വായിക്കുക. ഡിഫറൻഷിയേറ്റ് ഇയാൾക്ക് പകരം യു എന്ന് വായിക്കുക. അതായത് ഡിഫറൻഷിയേറ്റ് യു വിത്ത് റെസ്പെക്ട് ടു വി അല്ലേ വരിക. അപ്പോൾ നമ്മുടെ റിക്വയർഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായി മാറി? അപ്പോൾ റിക്വയർഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കറക്റ്റ് ഓർഡറിൽ എടുത്ത കാരണം എന്തെന്ന് വന്നു? du/dv എന്നല്ലേ വരിക. നിങ്ങൾക്ക് തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തോളൂ കേട്ടോ. അതായത് എന്തെന്നാ? ഫസ്റ്റത്തെ ആളെ വിയും ഇതിനെ യു എടുത്തു കഴിഞ്ഞാൽ കാണേണ്ടത് എന്തായി മാറും? അപ്പോൾ dv/du എന്നൊക്കെ ആവും വരിക. അത് അങ്ങനെ ഒരു ചെറിയ മാറ്റം വരിക, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ du/dv ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോമുല എന്താ പറഞ്ഞത്? du/dv കാണണമെന്നുണ്ടെങ്കിൽ du/dx കാണുക, dv/dx കാണാം, രണ്ടുപേരെയും പിടിച്ച് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഫോമുല എന്ന് പറയാവുന്നത്. ഇതിന് ഇക്വേഷൻ നമ്പർ എന്ത് കൊടുത്ത് വയ്ക്കാം? 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണേ? നിങ്ങളുടെ യുവും വി ഒക്കെ കയ്യിലില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഞാൻ സൈഡിലാണ് തൽക്കാലം എഴുതണത്. നിങ്ങൾക്കും സൈഡിൽ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതിക്കോളൂ. അത്രത്തോളം ചെറിയ റിസൾട്ടുകളാണ് ഈ കേസിൽ വരുന്നത്. അപ്പോൾ യു എന്ന് പറയുന്നത് എന്താ? e⁻x അല്ലേ? ഇതിനെ രണ്ട് സൈഡും എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? ലെഫ്റ്റിൽ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ du/dx വരും. e⁻xൻ്റെ ഡെറിവേറ്റീവ് എന്താ?
ഇ റേസ് ടു എക്സ് തന്നെയല്ലേ പഠിച്ചാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതി വയ്ക്കുക. ഓക്കെ. ആൻഡ് ബി എന്തായിരുന്നു നിങ്ങളുടെ? ഇത് എളുപ്പം ക്വസ്റ്റൻ ആണ് കേട്ടോ, ചെറിയ മാർക്കിനൊക്കെ ഇത് എക്സ്പെക്ട് ചെയ്താൽ മതി. ബി എന്ന് പറയുന്നത് എന്താ? റൂട്ട് എക്സ് ആണ്. രണ്ട് സൈഡും എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡി വി ബൈ ഡി എക്സ് ആണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എക്സ് എന്നല്ലേ വരിക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നിങ്ങളുടെ ആൻസറിലോട്ട് ആവശ്യമുള്ള ആൾക്കാരെല്ലാം ആയില്ലോ. അതായത് ഇതിൽ നിന്ന് എന്താ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടിയിരിക്കണേ? ഇ റേസ് ടു എക്സ് അല്ലേ. അപ്പോൾ ഇ റേസ് ടു എക്സ് ബൈ ഡി വി ബൈ ഡി എക്സ് എത്ര കിട്ടിയിരിക്കണത്? 1/2 റൂട്ട് എക്സ് അല്ലേ എഴുതിയിരിക്കണത്. ഇനി എന്ത് ചെയ്യാം? ഈ താഴത്തെ ഫ്രാക്ഷൻ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ റെസിപ്രോക്കൽ എടുക്കാന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ഇപ്പം ന്യൂമറേറ്ററിൽ ഇ റേസ് ടു എക്സ് ഉണ്ട്, ഇൻറ്റു ഈ 1/2 റൂട്ട് എക്സ് മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ 2 റൂട്ട് എക്സ് ബൈ 1 എന്ന് എഴുതാം. അഥവാ എന്തെന്ന് തന്നെ എഴുതിയാലും മതി, 2 റൂട്ട് എക്സ് എന്ന് മാത്രം എഴുതുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എന്ത് വരാൻ പോണത്? ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു എന്താ? റൂട്ട് എക്സിൻ്റെ ആൻസർ വരിക. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ചെയ്യാൻ, ശ്രദ്ധിച്ച് എഴുതിയെടുക്കുക. അപ്പോൾ ഇതേ പാറ്റേൺ തന്നെയാണ് ഏതിനും ചെയ്യേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും നമ്മൾ ഫോളോ ചെയ്യാൻ പോണത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചാണ്? സൈൻ സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം വിത്ത് റെസ്പെക്ട് ടു ആരാ? ഇ റേസ് ടു കോസ് എക്സ് അല്ലേ പറയണത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഫസ്റ്റ് തന്നാണ് ഫംഗ്ഷൻ എന്തെന്ന് എടുക്കുക? യു എന്ന് എടുക്കാന്നല്ലേ പറഞ്ഞേ. അപ്പോൾ സൈൻ സ്ക്വയർ എക്സിനെ നിങ്ങൾക്ക് അറിയാലോ, അതിന് എന്തെന്ന് എഴുതാം? സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. ആൻഡ് തൊട്ടപ്പുറത്തുള്ള രണ്ടാമത്തെ ഫംഗ്ഷൻ അതായത് ഏതാ? ഇ റേസ് ടു കോസ് എക്സിനെ ഞാൻ എന്തെന്ന് എടുത്തു? വി എന്നും അസ്യൂം ചെയ്തു. അപ്പോൾ നിങ്ങളുടെ റിക്വയർഡ് ഡെറിവേറ്റീവ് തൊട്ടുമ്പത്തെ പോലെ തന്നെ എന്തായി മാറും? നമ്മൾ ആ ക്വസ്റ്റ്യൻ വീണ്ടും വായിക്കാനല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞിരുന്ന ഡിഫറൻഷിയേറ്റ് എങ്ങനെയായിരുന്നു? സൈൻ സ്ക്വയർ എക്സ് വിത്ത് റെസ്പെക്ട് ടു റേസ് ടു കോസ് എക്സ്. ഇയാളെയാണ് യു എടുത്ത്, ഇത് വി എടുത്തിരുന്നു. അപ്പോൾ ഡിഫറൻഷിയേറ്റ് യു വിത്ത് റെസ്പെക്ട് ടു വി എന്നല്ലേ വരിക? ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വി എന്ന് പറയുമ്പോൾ അത് എന്ത് തന്നെയാണ്? ഡി യു ബൈ ഡി വി ആണ് വരിക. ഓക്കെ. അപ്പോൾ ഡി യു ബൈ ഡി വി കാണാനുള്ള ഫോർമുല എന്താ? തൊട്ടുമ്പോൾ എഴുതിയ റിസൾട്ട് തന്നെ ഡി യു ബൈ ഡി എക്സ് ബൈ ഡി വി ബൈ ഡി എക്സ് എന്നല്ലേ വരിക. അപ്പോൾ ഇവിടേക്ക് ആവശ്യമുള്ള യുവും വി ആണ് ഇനി, അല്ലെങ്കിൽ ഡി യു ബൈ ഡി എക്സും ഡി വി ബൈ ഡി എക്സും ആണ് ഞാൻ ഇവിടെ കാണാൻ പോണേ. അപ്പോൾ എന്താ വരിക? നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ 1 കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കാരണം നമ്മൾ വേറെ എവിടെയും ഫ്രം 1 എന്ന് പറഞ്ഞാൽ എഴുതുന്നില്ല. അപ്പോൾ അത് നേരെ എഴുതി പോയാൽ മതി, ഈ 1 കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെയും ഞാനപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കൊടുക്കണില്ല ഇവിടെ. ഓക്കെ. പറയൂ. അപ്പോൾ യു എന്താ വന്നിട്ടുള്ളത്? യു എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ. ഇതിൻ്റെ രണ്ട് സൈഡും എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇയാളൊക്കെ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് മുമ്പ്. എങ്ങനെ എഴുതുക? ആദ്യം എഴുതേണ്ടത് ഈ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ, ശരിയല്ലേ? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു എക്സ് എന്നാണ് എഴുതുക. അപ്പോൾ സൈൻ എക്സ് ദ ഹോൾ സ്ക്വയറിൽ ആ ഹോൾ സ്ക്വയറിൻ്റെ എഴുതുമ്പോൾ എന്താ എഴുതണം? 2 ഇൻറ്റു എന്തെന്ന് എഴുതണം? ഫസ്റ്റ് തന്നെ സൈൻ എക്സ് എഴുതണം. ഇപ്പോൾ എഴുതിയത് ഈ ഹോൾ സ്ക്വയറിൻ്റെ ആണ് കേട്ടോ. ഇനി എന്തിൻ്റെ എഴുതണം? ഈ സൈൻ എക്സിൻ്റെ എഴുതണം, ശരിയല്ലേ? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ് അല്ലേ വരിക. അപ്പോൾ 2 സൈൻ എക്സ് കോസ് എക്സിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് അറിയാം. ട്രിഗ്നോമെട്രിയിലെ റിസൾട്ട് പഠിച്ചിട്ടില്ലേ? 2 സൈൻ എ കോസ് എൻ എന്തെന്ന് എഴുതാം? സൈൻ 2a എന്ന് എഴുതാമല്ലോ. അപ്പോൾ ആ സെയിം റിസൾട്ട് ഉപയോഗിച്ചിട്ട് ഡി യു ബൈ ഡി എക്സ് എന്താണെന്ന് എഴുതി? സൈൻ 2x ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ആൻഡ് ഇതുപോലെ ഏതും കാണണം. ഇനി വീനെ മാറ്റണ്ടേ? വി വന്നേക്കണത് എന്താ? ഇ ടു ദ പവർ ഓഫ് എന്തെന്നാ? കോസ് എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെയും രണ്ട് സൈഡിലും എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരിക? ഇ റേസ് ടുവിൻ്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ എന്താ എപ്പോഴും ചെയ്യുക? തന്നത് തന്നെ ആദ്യം എടുത്ത് എഴുതല്ലേ പതിവ്. അപ്പോൾ ഇ റേസ് ടു കോസ് എക്സ് തന്നെ ആദ്യമേ എഴുതി വെക്കുക. ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് അല്ലേ വരിക. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ആൻസർ എന്തായി മാറും? ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഇ ടു ദ പവർ ഓഫ് കോസ് എക്സ് ഇൻറ്റു എന്തുണ്ട്? സൈൻ എക്സ് എന്നുള്ളതാണ് നിങ്ങളുടെ ഡി വി ബൈ ഡി എക്സിൻ്റെ ആൻസർ വരിക. ഓക്കെ. അപ്പോൾ ഇത്രയും എഴുതിയതിന് ശേഷം നിങ്ങളുടെ റിക്വയർഡ് ഡെറിവേറ്റീവ് എന്നുള്ള ഫോർമുലയിൽ കൊണ്ട് കൊടുക്കല്ലേ വേണ്ടേ? ഡി യു ബൈ ഡി എക്സ് എത്ര എഴുതി വെച്ചാണത്? സൈൻ 2x അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിലുള്ളത് സൈൻ 2x ആണ് ബൈ താഴത്തെ എന്താ ഉള്ളത്? മൈനസ് ഇ ടു ദ പവർ ഓഫ് എന്തൊക്കെയുണ്ട്? കോസ് എക്സ് ഇൻറ്റു എന്താ ഉള്ളത്? സൈൻ എക്സ് എന്നുള്ളതാണ് നിങ്ങളുടെ എന്ത് വരിക? ഫൈനൽ ആൻസർ വരിക. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞതാണ് നിങ്ങളുടെ സൈൻ സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എന്താ? ഇ റേസ് ടു കോസ് എക്സ് കിട്ടാൻ പോണത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ കാണാം രണ്ടും എന്താ വന്നാണ്? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിട്ടുള്ള ആൾക്കാരുകളല്ല വന്നാണത്. അതായത് എന്താ? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം വിത്ത് റെസ്പെക്ട് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ചോദിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റത്തെ സൈൻ ഇൻവേഴ്സ് എക്സിന് എന്തെന്ന് കൊടുക്കുക? യു എന്ന് എടുക്കുക. അപ്പോൾ ലെറ്റ് യു ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്നും ആൻഡ് വി ഈക്വൽ ടു എന്തെന്ന് എടുക്കുക?
ടാൻ ഇൻവേഴ്സ് എക്സ് ആണെന്നും അസ്യൂം ചെയ്യാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇനി മാറ്റി വായിക്കൂ. എന്തായി മാറി? ഡിഫറൻഷിയേറ്റ് യു വിത്ത് റെസ്പെക്ട് ടു വി എന്നല്ലേ ഉണ്ടാവുക. അപ്പോൾ കാണേണ്ട ഡെറിവേറ്റീവ് വീണ്ടും എന്തുതന്നെയാണ്? ഡി യു ബൈ ഡി എക്സിലോട്ട് തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ സോറി, ഡി യു ബൈ ഡി ബി കേട്ടോ, ഡി എക്സ് അല്ല, ഡി യു ബൈ ഡി ബി അല്ലേ കാണണ്ടേ. അപ്പോൾ റിക്വയർഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡി യു ബൈ ഡി ബി ആണ്. ഫോർമുല എന്തുതന്നെയാണ്? ഡി യു ബൈ ഡി എക്സ് ബൈ താഴത്ത് എന്താ വരിക? ഡി വി ബൈ ഡി എക്സ് എന്നുള്ള ഫോർമുല ഉണ്ടല്ലോ, അതെന്നെ ഉപയോഗിക്കണ്ടേ. അപ്പോൾ ഇവിടേക്ക് ആവശ്യമുള്ള ആൾക്കാർ എന്തൊക്കെയാ പറയൂ? യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്തെന്നാ? സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, രണ്ട് സൈഡിലും എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എത്രയാ? 1/√ഓഫ് എന്തെന്നാ? 1 - x². അപ്പോൾ അത് തീരുമാനമായി. ആൻഡ് വി എന്ന് പറയണത് എന്താ? വി എന്ന് പറയണത് ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെയും രണ്ട് സൈഡിലും എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി വി ബൈ ഡി എക്സ് അല്ലേ കാണണ്ടേ. എന്താ വരിക? ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയണത് എന്താ? 1/1 + x² എന്നല്ലേ വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അഥവാ ഡി വി ബൈ ഡി എക്സും കാണാനുള്ളത്. ഇത് രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഈ എഴുതിയേക്കണേൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ വേണ്ടു. എന്താ വരിക? ഡി യു ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ എന്താ? 1/√ഓഫ് എന്തുണ്ട്? 1 - x² ഉണ്ട് ബൈ ഡി വി ബൈ ഡി എക്സ് എന്താ? 1/1 + x² അല്ലേ വരിക. ഇത് രണ്ടും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര വരാൻ പോണത്? ദാറ്റ് ഇസ് ഈക്വൽ ടു ന്യൂമറേറ്ററിലുള്ള ആൾ അതുപോലെ തന്നെ എഴുതുക, അതായത് 1/√ഓഫ് 1 - x² ഇൻറ്റു ഈ താഴത്തെ ആളെ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ വരിക? റെസിപ്രോക്കൽ എടുക്കല്ലേ ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? 1 + x² ബൈ 1 എന്നല്ലേ വരാൻ പോണത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഫൈനൽ ആൻസർ അപ്പോൾ എന്തായി? 1 × 1 + x² എന്ന് പറയുമ്പോൾ 1 + x² തന്നെ വരും ബൈ താഴത്തെ എന്താ? √ഓഫ് 1 - x² × 1 എന്ന് പറയുമ്പോൾ എന്താ? √ഓഫ് 1 - x² തന്നെ എഴുതി വെച്ചാൽ പോരെ. അപ്പോൾ ഈ എഴുതിയിരിക്കണതാണ് നിങ്ങളുടെ തേർഡ് ക്വസ്റ്റിൻ്റെ ഫൈനൽ ആൻസർ വരിക. അപ്പോൾ ഇപ്പോൾ ചെയ്ത 3 ക്വസ്റ്റിനും ശരിക്കും ഡയറക്റ്റ് ക്വസ്റ്റിനുകളാവും, അല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടുകളോ സബ്സ്റ്റിറ്റ്യൂഷനോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഇത്തിരി കൂടി ലെവൽ കൂടിയത് 4 മാർക്കിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്ന ക്വസ്റ്റിനുകളാണ്. അപ്പോൾ അങ്ങനെ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇനി നോക്കാൻ പോണത്.